തറവാടായി കോവിഡാണതിനെതിരാളി. ജാതികൾ വേണ്ട, മതങ്ങൾ വേണ്ട, മനുഷ്യരായി മാറാം. നമുക്ക് മനസ്സാലൊന്നിക്കാം, നമുക്ക് മനസ്സാലൊരുമിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോക സമസ്ത സുഖിനോ ഭവന്തു. അടുത്തുകൊണ്ടേ അകന്നിരിക്കാം ആശ്വാസത്തിൻ നാളേക്കായി. അടുത്തുകൊണ്ടേ അകന്നിരിക്കാം ആശ്വാസത്തിൻ നാളേക്കായി. പാലിച്ചിടാം ചിത്തകളെല്ലാം, പൊരുതി ജയിക്കാം വൈറസിനെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകമിന്നൊരു തറവാടായി കോവിഡാണതിനെതിരാളി. ജാതികൾ വേണ്ട, മതങ്ങൾ വേണ്ട, മനുഷ്യരായി മാറാം. നമുക്ക് മനസ്സാലൊന്നിക്കാം, നമുക്ക് മനസ്സാലൊരുമിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ആലാപനത്തിന്റെ അത്ഭുതം വിരുന്നൊരുക്കാൻ വിസ്മയനാഥ നിറവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടിപ്പാട്ടുകാരുടെ സ്വരവീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം എം ജി അങ്കിൾ, മധു അങ്കിൾ. നറുതെന്നൽ പോലെ പാട്ടിന്റെ കുളിരുമായി നമ്മുടെ സ്വന്തം ഗായകൻ ശ്രീഭുവൻ എത്തുന്നു. വെൽക്കം ശ്രീഭുവൻ ഓൺ സ്റ്റേജ്. എടാ കള്ള, നീ ഇത്രയും ദിവസം എവിടെയായിരുന്നടാ? വീട്ടിൽ. അയ്യോ, നിന്നെ എത്ര മിസ് ചെയ്തു പോയി. നിന്നെ ഇടയ്ക്ക് മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കൂല. അല്ല, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തു. ഞാൻ സാറിന് മെസ്സേജ് ഞാൻ പിണങ്ങി കട്ടീസ്. ഇത് ശരിയായ പരിപാടിയല്ല. മെസ്സേജ് ചെയ്തു. എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാമോ? ഫോൺ എടുക്കത്തില്ല. ഇതാ ഈ പിള്ളേരാരും എന്നെ ഒരു വിളി പോലും വിളിച്ചിട്ടില്ല. എനിക്ക് സാറിന്റെ നമ്പർ ഇല്ലാത്തോണ്ട്. സാറിന് നമ്പർ തന്നാ ഞാൻ വിളിക്കാം. എന്തായാലും ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ഫോൺ എടുത്തില്ല. അത് ശരിയല്ല. ഞാൻ പിന്നെ വിചാരിച്ച് ഇവന് പുതിയ മാനേജർ വല്ലതും ഉണ്ടോ, ഇനിയിപ്പോ അവരൊക്കെ എടുത്ത് പല പാട്ടുകാരെയും വിളിക്കുമ്പോ അങ്ങനെയാണ്. ആദ്യം മാനേജർ എടുക്കും. മാഡം നോട്ട് അവൈലബിൾ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. ഷാൽ ഐ ആസ്ക് ഹർ ടു കോൺടാക്ട് യു ബാക്ക് സർ എന്നൊക്കെ ചോദിക്കുന്നത്. അതുപോലെ ആരെങ്കിലും ഭുവൻകുമാർ നോട്ട് അവൈലബിൾ നൗ എന്നൊക്കെ പറയുമോന്ന് പേടിച്ചു. പിന്നെ ഞാൻ വിളിച്ചില്ല. പിന്നെ കിട്ടി. അവസാനം നമ്മൾ സംസാരിച്ചല്ലേ. അപ്പൊ ഭയങ്കര സ്നേഹമായിട്ടൊക്കെ സംസാരിക്കും. ഭയങ്കര സ്നേഹമുള്ള ആളാണ് കേട്ടോ. എന്നാലും കട്ടീസാണേ. അയ്യോ അല്ല. അപ്പൊ ഏതാണ് പാട്ട്? ഇന്ന് ഫേവറേറ്റ് റൗണ്ടില് ഇനിയും മിടികൾ നിറയരുത്. ആഹാ, വെരി നൈസ് മെലഡി. സൂപ്പർ ആക്കണം. ഈ മെലഡി മന്നനല്ലേ? മെലഡി മന്നൻ. അടിച്ചോളൂ. താങ്ക്സ്.
സുന്ദരിയാണെന്ന്. അതെ. ഷോ എനിക്ക് വയ്യ. ഈശ്വര, എന്റെ മോളെ ആരും കണ്ണുവിടല്ലേ. എന്റെ മരുമോളെ പെടൂല. എന്റെ MG എങ്ങളൊന്നും പറയാനില്ലേ? എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് കണ്ടിട്ട് MG ആരാണ്? നാവ് പൊങ്ങുന്നില്ല. ഭംഗിയായത് MG അമ്മാവനാണോ മുത്തമ്മാവനാണോ? എന്തൊരു ഗ്ലാമറായത്. എവിടുന്ന പൊന്നുമോക്ക്. അയ്യോ, ഇതാരായത്? ഞാന് മറ്റേ പല്ല് തേക്കാത്ത എക്സസൈസ് ചെയ്തിട്ട് അതാണ് അങ്ങനെ കൂടിയതാ. ഞാൻ ഇന്നലെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. ഈ പല്ല് തേക്കാത്ത എക്സസൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത് കുട്ടൻ പറഞ്ഞ ഓക്കെയാണ്. AEIOU എന്നൊക്കെ വെക്കണം. പക്ഷേ അതിനു മുമ്പ് രാത്രി കിടക്കാൻ നേരത്ത് ഒരു താറാമുട്ട പൊട്ടിച്ച് വായിക്കാത്തോട്ട് ഒഴിച്ച് ഇങ്ങനെ കുലുക്കൊഴിയണം. എന്നിട്ട് ഒരു തോർത്ത് വെച്ച് കെട്ടി വെക്കണം. എന്നിട്ട് വേണം കാലത്ത് ഇട്ടിട്ട് വാ തുറന്ന് അച്ഛന്റെ മുമ്പിൽ നിന്ന് ഏരിയയിലോട്ട് അച്ഛൻ വരൂല. അച്ഛനായാലും സ്വന്തം അച്ഛനായാലും വരൂല. ഭുവൻ കുമാർ, എത്ര നാള് ശേഷമാണ് നമ്മൾ കാണുന്നല്ലേ ഭുവൻ കുമാറിനെ. പക്ഷെ ഇന്ന് നീ നന്നായിട്ട് പാടി, വളരെ മെലോഡിയസ് ആയിട്ട് പാടി. നിനക്ക് വളരെ എന്താണ് ശ്വാസം കൺട്രോൾ ഒക്കെ നന്നായിരുന്നു, നല്ല കൺട്രോൾ ആയിട്ട് പാടി. എല്ലാ സ്ഥലങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഹമ്മിങ് ഇടയ്ക്ക് കട്ട് ചെയ്ത് നിർത്തുന്നതാണോ അതോ അങ്ങനെയാണോ? ഒരു ഗ്യാപ്പ് വരും. അത് അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത് അങ്ങനെ തുടങ്ങും. അപ്പൊ എന്തായാലും മോന്റെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ഏത് സിനിമയിലാ മോനെ? ഇത് ബെൻ ജോൺസൺ എന്ന് പറയുന്ന സിനിമയില്. സംഗീതം ദീപക് ദേവ് സാർ. ബ്യൂട്ടിഫുൾ, കൊള്ളാം. എനിക്ക് ദീപുവിന്റെ പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ്. ദീപുവിന് ചില ഹുക്കുകളാണ് ദീപുവിന്റെ ഏറ്റവും വലിയ, അല്ലേ കുട്ട? ഹുക്കുകളാണ് അദ്ദേഹത്തിന്റെ സംഭവം. അതിനകത്ത് ഇപ്പൊ തന്നെ ഇറങ്ങിയ അതിനകത്തൊരു എണ്ണമുണ്ട്, എന്ന് പറഞ്ഞിട്ട് മോഹൻലാലും പിന്നെ നമ്മുടെ വൈക്കം വിജയലക്ഷ്മി കൂടെ പാടി ഒരു പാട്ട്. അപ്പൊ അതൊക്കെ ഒരു രസമുള്ള പാട്ടുകളാണ്. അപ്പൊ ഈ പാട്ടും നല്ല രസമുണ്ടായിരുന്നു. മോൻ നന്നായിട്ട് പാടി. വേറെ വലിയ സംഭവമൊന്നുമില്ല. നന്നായിരിക്കട്ടെ കേട്ടോ മോനെ. ഭുവൻ കുമാർ സുന്ദരനായി 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 വന്നുകൊണ്ടിരിക്കുന്നു. എന്താ ഒരു സംശയം? എടാ, എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ സത്യം പറയണം. സത്യം പറയുമ്പോൾ അത് വിശ്വസിക്കണം. ബിലീവ് ആൻഡ് ട്രസ്റ്റ് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഓക്കെ. പാടിയത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും എൻ്റെ ദീപൂസിന്റെ പാട്ടാണ്, ദീപക് ദേവ്. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആദരിക്കുന്ന മ്യൂസിക് കമ്പോസറാണ്. എൻ്റെ അനിയനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ആളാണ്. അപ്പോൾ ദീപുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും. പ്രോഗ്രാമിംഗ് ആയാലും പ്രോഗ്രാമിങ്ങിൽ ഒരു നീറ്റ്നെസ് ഉണ്ടാവും. വെറുതെ അനാവശ്യ സാധനങ്ങളൊന്നും നിറച്ച് ഈ ആദ്യമായിട്ട് ഈ കുട്ടികളുടെ കയ്യിൽ കിട്ടുന്ന കളിപ്പാട്ടം പോലെ ഉള്ള എല്ലാ ടോൺസും കൂടെ എടുത്ത് നിരത്തി വെച്ച് അതിനെ മോശമാക്കുന്ന പരിപാടി ദീപക്കിനില്ല. അതാണ് ദീപക്കിനെ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യം. ആസ് എ പ്രോഗ്രാമർ ഗ്രേറ്റ് ആണ്. കമ്പോസറായിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എല്ലാവരും പാടി നടക്കുന്ന പാട്ട്. ഇപ്പൊ ഇത് തന്നെ ശ്രദ്ധിക്കൂ. എന്താണ് ആദ്യത്തെ ട്യൂൺ? എന്താണ്? ഇതിൽ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ മാ എന്നുള്ള നോട്ട് എവിടെയാണ് മാ വരുന്നത്? അത് ആ മാ കറക്റ്റ് ശ്രുതി ചേർന്നില്ലെങ്കിൽ ആ ഹുക്കിന്റെ, ദീപുവിന്റെ ഹുക്കിന്റെ ആ സുഖം പോയി പോവും. ആ സുഖം തിരിച്ചു പിടിക്കണേ. ഇപ്പോഴും ഒരു അത്രയും ഒരു ഗ്ലാസിക്കലൊക്കെ ഉണ്ട്. ഇത് ഗ്ലാസിക്കലല്ല, ലൈറ്റ് ലീറ്റ്. അത് തന്നെ. പിന്നെ ഇന്നലെകൾ, അത് പഠിക്കേ. ഈ ഭാഗമൊക്കെ വളരെ നന്നായിരുന്നു നീ പാടിപ്പോ കേട്ടോ. ഞാൻ എൻ്റെ ഇന്നലെകളിലേക്ക് ഓടി എവിടെ പോയി. പിന്നെ തിരിച്ച് മധുവാണ് പിന്നെ എന്നും ഇങ്ങനെ കാണിച്ചത് എന്നെ തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ ആ അനുപല്ലവി തുടങ്ങിയ ആ വരികളും നിന്നെ പറ്റിയാണെന്ന് തോന്നി. എന്താണെന്നറിയോ? എന്തിനു വേറൊരു പാലാഴി പാട്ടായി നീ ഇല്ലേന്നടി. ഇഷ്ടപ്പെട്ടാ? ഞാൻ സൂചിപ്പിച്ചതല്ല കേട്ടാ. എന്തിനു പുതിയൊരു പൂക്കാലം
കൂട്ടായി എൻ്റെ മകളില്ലേ. ശ്ശോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പുളകം പകരും പൂങ്കാവനമായി കൂടെ ഞാനില്ലേ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതെല്ലാം നിങ്ങളെ പറ്റി പറഞ്ഞു, പക്ഷെ അതിന് അപ്പുറമുള്ള ഒരു പൂങ്കാവനം ഞാനല്ലേ. അപ്പൊ ഇതെല്ലാം വളരെ മെലോഡിയസ് ആയിരുന്നു. ദീപുവിന്റെ കോമ്പോസിഷൻ ആയതുകൊണ്ട് പ്രത്യേകം ഇത് കേൾക്കാനായിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. ശ്രുതി കൈക്കലാക്കണം, അതാണ് ഒരു സംഗീതജ്ഞൻ ചെയ്യേണ്ടത്. ഒരിക്കലും കൈ പിടിയിൽ ഒതുങ്ങുന്നതല്ല ശ്രുതി, അതും സത്യമാണ്. പക്ഷെ ശ്രുതിയെ അങ്ങനെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ശ്രുതി അടുത്തോട്ട് വന്ന് ഞാനിവിടെ ഉണ്ടേ എന്ന് പറയും കേട്ടോ. അപ്പൊ അങ്ങനെ ശ്രുതിയുമായിട്ട് ഒരു സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സംഗീതജ്ഞന് ശ്രുതി എപ്പോഴും കൂടെ ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം മനസ്സിലാക്കുക, മനസ്സിൽ ആക്കുക, ഉള്ളിൽ കൊള്ളുക, അപ്പൊ ഉൾക്കൊള്ളുക. ഓക്കെ, റൈറ്റ്. ഉഗ്രനായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ പാട്ട് ഞാൻ പലപ്പോഴും പലതവണയായിട്ട് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ഭുവൻ പാടിയപ്പോൾ ഈ പാട്ടിനോട് കൂടുതലൊരു ഇഷ്ടം തോന്നി. ദീപുവിൻ്റെ എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്. നല്ല മെലഡി ചെയ്യുന്ന ഒരു സംഗീത സംവിധായകനാണ്. എന്തിനു വേറൊരു പാലാഴി, അതിൽ ഫസ്റ്റ് ടൈമിൽ പാലാഴി അവിടെ എത്തിയില്ല മുകളിൽ. ജസ്റ്റ് ഒന്ന് ആ ഭാഗം ഒന്ന് പാടാമോ? യെസ്, ബാക്കിയെല്ലാം ആ ഫസ്റ്റ് ടൈമിൽ മാത്രം അങ്ങോട്ട് എത്തിയില്ലായിരുന്നു. അത് ആദ്യത്തെ തവണ മാത്രം എത്തിയില്ല, ബാക്കി എല്ലാ സ്ഥലത്തും കറക്റ്റ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ചിരിയഴകെ, ലാസ്റ്റ് പല്ലവിൽ ചിരിയഴകെ ശ്രുതിയിൽ നേരത്തെ കുട്ടൻചാട്ടൻ സൂചിപ്പിച്ചു. അത് ശ്രുതി കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ബാക്കിയെല്ലാം സൂപ്പർ. ഓക്കെ, കലക്കി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഏത് ഗ്രേഡ്? ഞാൻ ഭുവൻ എന്ത് പറഞ്ഞാലും അത് സമ്മതിച്ചു കൊടുക്കും. ഞാൻ അങ്ങനെ അത്രയും. നീ മണ്ടനല്ലേടാ, നീ ചോദിച്ചിരുന്നെങ്കിൽ അത് തരുമായിരുന്നു. അതെ, ഗോൾഡൻ ക്രൗഡ് ചോദിച്ചിരുന്നെങ്കിൽ അത് ഈസി ആയിട്ട് തരുമായിരുന്നു. പക്ഷെ AOO ചോദിച്ചുള്ളൂ, അപ്പൊ പിന്നെ എനിക്ക് അതല്ലേ തരാൻ പറ്റുള്ളൂ. അത് മതിയോ? അപ്പൊ ആ വരാനുഗ്രഹം പാടിയത് എങ്ങനെയാണോ അത് നോക്കിട്ടല്ലേ നമ്മള്. ഭയങ്കര സത്യമായി. അതെ. അപ്പൊ ഇതിന് നന്നായിട്ട് പാടാൻ പറ്റും അല്ലേ? വേണമെങ്കിൽ പാടാം അല്ലേ? അപ്പൊ ഗോൾഡൻ ക്രൗൺ ഉള്ളതും വേണമെങ്കിൽ പാടാം, അതുപോലെ വേണമെങ്കിൽ പാടാമായിരുന്നു എന്നല്ലേ ഇപ്പൊ പറഞ്ഞ ഉദ്ദേശം. ഞാൻ ട്രിപ്പിൾ പാടിയിട്ടുള്ളൂ. Mr. Bhuvan Kumar is going to be awarded AOO today. ഭുവനകുമാരാ, വളരെ നീളത്തിലുള്ള ഒരു പൂക്കുറ്റി അടിക്കട്ടെ. അടിയൊരു പണ്ഡിത പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ ഭുവന, ടാറ്റ, ഓൾ ദ ബെസ്റ്റ്. സ്വരശുദ്ധിയുടെ നാദനിറവുമായി തീർത്ഥ എത്തുന്നു. വെൽക്കം തീർത്ഥ ഓൺ സ്റ്റേജ്. ചേച്ചി, ചേച്ചിയാ? ആ, കണ്ടില്ലേ ചുരിദാറൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണ്. മീനുട്ടിയുടെ അനിത്യല്ലേ? അല്ല, കുറച്ച് ദിവസത്തിന് അനിയത്തിയല്ലേ? ആണാടി. മീനുട്ടി, എന്താച്ചാ എത്ര വർഷമായി നീ ജനിച്ചിട്ട്? 15. എന്നിട്ട് ഇങ്ങനെ കുറച്ച് പറയുന്നത് പ്രായം. സോറി, 15 ഉറപ്പാ ഫിക്സ്. മാത്തമാറ്റിക്സ് എല്ലാം പഠിക്കണുണ്ടാ? എന്താങ്ങളെ കുട്ടാ, പിന്നെ മോക്കിപ്പോ എത്ര വയസ്സായി? 15. 15. അപ്പൊ 15, 16, 17. ഇനി ഒരു 3 വർഷം കൂടെ കഴിയുമ്പോ നമുക്കൊരു ചെറുക്കനെ നോക്കണ്ടേ? അയ്യോ, പിന്നെ വേണ്ടേ? നോക്കണം. അണ്ണനെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അത് വേണ്ട, മാറ്റി പിടിക്കാൻ. അയാൾ എന്നെ ഇപ്പൊ എടുത്തിട്ട് ചവിട്ടാറായി. കാരണം ഞാൻ ഇപ്പൊ വീട്ടിൽ ഈ ലോക്ക്ഡൌൺ വന്നത് നന്നായി കേട്ടോ. കാരണം ഞാനിപ്പോ ഇറങ്ങുന്നില്ല. കാരണം പൂജപ്പേരെ പപ്പനാവണ്ണ എന്റെ അടുത്ത് പറഞ്ഞു എന്റെ വേറെ എന്തെന്ന്
വട്ടപ്പാറ വേലപ്പാണ്. അതെ അതെ ആ. വട്ടപ്പാറ വേലപ്പാണ് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഇടിച്ച് ഷേപ്പ് മാറ്റും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് മറ്റേ സാധനം കിട്ടാനും ഇല്ല. കാരണം എല്ലാ ഷോപ്പും അടപ്പാണ്. പുള്ളി വരണ്ടിരിക്കുകയാണ്. കാരണം ഭയങ്കര ദേഷ്യം വന്നിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ കുറച്ചേ കഴിക്കത്തുള്ളൂ. കാരണം സിഗരറ്റ് വലിക്കും ആ ഒരു കുഴപ്പമായിട്ട് കാണും. ഒരിക്കലുമില്ല. എന്തെങ്കിലും ഒരു തീരുമാനം ഒരു 3 വർഷത്തിന് അച്ഛൻ്റെ അടുത്ത് എടുക്കാൻ പറയാം. പിന്നെ അച്ഛനെ എടുക്കത്തില്ലേ അച്ഛാ? ഞാൻ എന്തായാലും എന്റെ മോളുടെ അടുത്ത് ചോദിച്ചിട്ടേ തീരുമാനം. അങ്ങനെ പപ്പനാണെന്ന് ഒരു കുഴപ്പമില്ല. ഇപ്പോഴും പൂജപ്പര മണ്ഡപത്തിൽ ഇങ്ങനെ വെറുതെ ഒരു തോർത്തൊക്കെ ഇട്ട് മീനൂട്ടി അച്ഛന് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താ അത്? ഈ 3 വർഷത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കണം. ആലോചിക്കണ്ടേ? കഴിഞ്ഞ 2 വർഷമായിട്ട് 9-ലല്ലേ? അല്ലല്ല പ്രോഗ്രസ് റിപ്പോർട്ടിൽ അങ്ങനെയാണല്ലോ കാണിക്കുന്നത്. അത് ചുമ്മാ. ഇപ്പൊ 10-ലായോ? അല്ല ഇപ്പൊ 10-ലായില്ല. പക്ഷെ 2 വർഷമായിട്ട് 9-ലല്ല. തീർത്ഥക്കുട്ടി എന്റെ മോളെ കണ്ടൊന്ന് പഠിക്കില്ല കേട്ടോ. അവള് 9-ലാണ്. നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ പഠിച്ചപ്പോ നന്നായി പഠിക്കും. അതാണ് എന്റെ നോട്ട് നോക്കിയാണോ അവള് എഴുതുന്നത്? എന്റെ നോട്ട് നോക്കിയാ അവള് എഴുതാ. സത്യത്തിൽ അങ്ങനെയാണ്. ആരുടെ നോട്ട് നോക്കി ആരും എഴുതി. അപ്പൊ പാട്ട് പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്നത്. അത് മെയിൽ സോങ് അല്ലേ? പിന്നെയും ഈ പരിപാടി അത് മാത്രമല്ല, അത് ഡ്യുവൽ സോങ് മെയിൽ ഡ്യുവറ്റ് അല്ലേ? തീർത്ഥ ഇതിന്റെ ഒരു മുതലാളിയാണ്. മെയിൽ സോങ് ഒരു ഫീമെയിൽ വേർഷനിൽ എടുത്തിട്ട് അതിന്റെ മുതലാളിയാണ്. വേറൊരു മുതലാളി ഇവിടെ ഇല്ല, അനു എപ്പോഴും അനു ഏത് പാട്ട് പാടാതെ ഉടനെ മെയിൽ സോങ് എടുക്കുള്ളൂ. ഇതിന് വളരെ ഇറ്റ്സ് എ ഗ്രേറ്റ് സോങ് കേട്ടോ. സൂപ്പർ ആക്കണം. അപ്പൊ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പാടുന്നതൊക്കെ ഓവർലാപ്പ് ചെയ്ത് വരില്ലേ? ഇല്ല, ഓവർലാപ്പ് ചെയ്ത് പാടുന്നില്ല. കഴിഞ്ഞിട്ടാണ്. അതങ്ങ് വിട്ട്. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണ പൊന്നേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണ പൊന്നേ. പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണ പൊന്നേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണ പൊന്നേ. ഓട്ടക്കണ്ണിട്ട് ഒളിച്ചു കളിക്കണ ഓമന കുയിലാണ്. 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 ഓട്ടമിറങ്ങന്റെ കൽബു കിട്ടിയ കോട്ട പൊളിക്കരുതേ, എന്റെ കോട്ട പൊളിക്കരുതേ.
നോട്ടമെറിഞ്ഞെന്റെ കൽബു കെട്ടിയ കോട്ട പൊളിക്കരുതേ, എന്റെ കോട്ട പൊളിക്കരുതേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണ പൊന്നേ. ഓ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, ഓ കൊഞ്ചി വന്ന പെണ്ണേ. പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണ പൊന്നേ, പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ. കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും അവളൊരു കുരുവിക്കുഞ്ഞിനെ പോലെ. ഓ, കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും അവളൊരു കുരുവിക്കുഞ്ഞിനെ പോലെ. കൊത്തിക്കീറണ നോട്ടമുടനെ കുലുങ്ങി കുലുങ്ങിയൊരോട്ടം, കൊത്തിക്കീറണ നോട്ടമുടനെ കുലുങ്ങി കുലുങ്ങിയൊരോട്ടം, കൊത്തിക്കീറണ നോട്ടമുടനെ കുലുങ്ങി കുലുങ്ങിയൊരോട്ടം, കൊത്തിക്കീറണ നോട്ടമുടനെ കുലുങ്ങി കുലുങ്ങിയൊരോട്ടം. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണ പൊന്നേ. ഓ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, ഓ കൊഞ്ചി വന്ന പെണ്ണേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണ പൊന്നേ. ഓ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, ഓ കൊഞ്ചി വന്ന പെണ്ണേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ എത്രയോ പെർഫോമൻസസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഐ വുഡ് റേറ്റ് ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്, ടോപ്പ് സിംഗറിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് വിതൗട്ട് ഡൗട്ട്. കേട്ടോ, എന്തോന്നാണ് എൻ്റെ കുഞ്ഞെ, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പാടാൻ പറ്റുമോ? അയ്യോ, അതും രണ്ടുപേര് ചേർന്ന് പാടിയ പാട്ട്. ആ, രണ്ടുപേര് ഒറ്റയ്ക്ക് ഡുവറ്റ് പാടി. അസാധ്യം എന്നല്ലാതെ അസാധ്യം എന്നൊന്നും പറഞ്ഞാൽ പോരെ. ഇറ്റ് ഈസ് ബ്രില്യൻറ്റ്, ബ്രില്യൻറ്റ് റെൻഡിഷൻ ഓഫ് ദ സോങ്. അണ്ണാ, അണ്ണ ഇവിടെ വേണമായിരുന്നു സത്യം. ഈ മോമെന്റ് എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ടാണ്. കാരണം എനിക്ക് 100% ആഗ്രഹമുണ്ട് വരാൻ. കാരണം ഈ ഇവരെയൊക്കെ വന്ന് ഒരു കൈ കൊടുക്കാനൊക്കെ തോന്നുന്നു. പക്ഷെ അതും പറ്റൂലല്ലോ. എന്തായാലും എനിക്ക് മോളിന്ന് പാടിയത് സത്യം അത് അങ്ങനെ ആർക്കും പറ്റത്തില്ല മോളെ പാടാൻ. കാരണം ഇത്ര ഒരു ലൈവ് പെർഫോമൻസ് എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമില്ല. എവിടെങ്കിലുമൊക്കെ പോവും, എവിടെങ്കിലുമൊക്കെ. ഈ സംഗതികളെന്ന് പറയുന്നത് എന്തും വേണ്ട സംഗതികളാണ്. ആദ്യം തൊട്ട് അവസാനം വരെ രണ്ടുപേര് പാടിയ ഒരു പാട്ട് ഇത്രയും നിഷ്പ്രയാസം പാടുക എന്നൊക്കെ പറയുന്നില്ലേ. അതായത് എഫർട്ട്ലെസ് സിംഗിങ് ആയിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതൊരു ഒരു കഴിവാണ്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. കാരണം ഓരോ മൂമെന്റിൽ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. കാരണം ഒരിക്കലും സംഭവിപ്പിക്കുന്നതല്ല, ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് നോക്കിന്ന് ദൈവം ഇങ്ങനെ കൂടെ നിൽക്കുക. കാരണം എനിക്ക് തോന്നിയത് എൻ്റെ കൂട്ട് പൊളിക്കണം എന്തോന്ന് അവിടെ ഒരു സ്ഥലത്ത് മാത്രമേ ആ കോറസ് ഒന്ന് ഒന്ന് നാടിയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊന്നും അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് ഞാൻ ഇങ്ങെടുത്തു. ഓക്കെ, ഞാൻ ആ ഭാഗം ഇങ്ങെടുത്തു. പക്ഷെ എന്തു രസമായിട്ടാണ് പാടിയത്. കാരണം ഇത്രയും സംഗതികൾ. അതുപോലെ തന്നെ നമ്മുടെ
ഒപ്പം നിന്ന് ഹാർമോണിയത്തിലൂടെ അടിച്ച് പൊളിച്ച് കിരി അതായിരുന്നു. നന്നായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. സുഷേ, ഈ പാട്ട് എത്രാമത്തെ പ്രാവശ്യം വായിക്കുന്നത്? എനിക്ക് തോന്നുന്നു കോഴിക്കോട്ടുകാരുടെ എന്താണ് വികാരമാണ് ഈ പാട്ടെന്ന് പറയുന്നത്. അതെ. അതുപോലെ തബലയും നന്നായിരുന്നു കേട്ടോ. തബല ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനിൽ ദേ സപ്പോർട്ടഡ് വെരി വെൽ. തീർച്ചയായും നന്നായിട്ട് അവർ സപ്പോർട്ട് ചെയ്ത്. എന്താ അവർക്ക് എല്ലാവർക്കും താങ്ക്സ് പറയണം കേട്ടോ. കാരണം ഇല്ലെങ്കിൽ എവിടെങ്കിലും അവർ വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാട്ട് പകുതി കഴിച്ച് നിന്നു പോകും. ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം എവിടെങ്കിലും വായിക്കുന്നതിന്റെ എവിടെന്തെങ്കിലും ശകലം മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം പോകും. അപ്പൊ അവര് നല്ല ഒരു ലിഫ്റ്റ് തന്നു. അതിനനുസരിച്ച് തന്നെ മോക്ക് പാടാൻ സാധിച്ചു. ദൈവാധീനം എന്ന് പറഞ്ഞാൽ മതി, അല്ല വേറൊന്നുമില്ല. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടോപ്പ് സിംഗറിന്റെ ആണികൾ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ 22 പേര് തന്നെയാണ് ഇത് ഞങ്ങളുടെ ഇത്. അല്ല സംശയമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, എനിക്ക് വരാൻ പറ്റില്ല അങ്ങോട്ട്, കാരണം ഞാൻ ദൂരെയാണ്. അപ്പൊ അവരെണ്ണീറ്റ് വന്ന എന്തുകൊണ്ടാണ്? ഇപ്പൊ കുട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊക്കെ പാടിക്കുമ്പോൾ ഒരു ചെറിയ പോയിന്റ് ഉണ്ടെങ്കിൽ അത് വളരെ കറക്റ്റ് ചെയ്തു പോകും. കാരണം എന്തിനാണ്? നമ്മുടെ അടുത്തുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. കാരണം പാട്ട് നന്നായിരിക്കണം, പാടിയ ആളിന് ക്രെഡിറ്റ് കിട്ടണം, മ്യൂസിക് ഡയറക്ടർക്ക് കിട്ടണം, ലിറിക് റൈറ്റർക്ക് കിട്ടണം. അങ്ങനെ എല്ലാവർക്കും നന്മ വരാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അവരെ അതുപോലെ മധു ബാലകൃഷ്ണൻ അസാധ്യമായിട്ട് ഒരു വള്ളി വിടാതെ തെറ്റ് പാടാതെ കറക്റ്റായിട്ട് പാടുന്ന ഒരു ഗായകനാണ്. അപ്പൊ ഇവർ രണ്ടുപേരും അവരെ സീറ്റിൽ നിന്ന് എണ്ണീപ്പിച്ച് ആ സ്റ്റേജിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം പവർഫുൾ സിംഗിങ് ആയിരുന്നു. അതിന് ഞാൻ വലിയ കൈയടിയായിരുന്നു. വരും ഇത് ഞാൻ ഇങ്ങനെ പാടിയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഗ്രൂമേഴ്സിൻ്റെ തന്നെയാണ്. കാരണം ഓർക്കസ്ട്ര കഴിഞ്ഞപ്പോഴും വരെ ഇരുന്ന് പഠിപ്പിച്ച് ഓരോ വാക്കും ഇപ്പോൾ ഫീല് കൊടുക്കേണ്ടതാണെങ്കിലും അതെ, സംഗതിയാണെങ്കിലും അതെ, അവർ ഭയങ്കര ശ്രദ്ധിച്ചു. അതുകൊണ്ടൊക്കെ ഇങ്ങനെ പാടിയത്. ഗ്രൂമേഴ്സ്? വൈശാഖ് സാർ, 2 വൈശാഖ് സാറുണ്ട്. ഇപ്പോൾ ശ്രീകണ്ഠൻ ചേട്ടൻ്റെ രീതിയിലാണെങ്കിൽ ഇപ്പൊ ചോദിക്കണം, താങ്കൾ ഈ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ താങ്കളുടെ മനസ്സിലൂടെ പോയിരുന്ന വികാരം അങ്ങനെ ചോദിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അത്ര ഗംഭീരായിരുന്നു. കുട്ടാ, റെമ്യൂണറേഷൻ കുറയ്ക്കണോ? എന്ന് പറഞ്ഞാൽ അത്ര ഗംഭീരായിരുന്നു. അങ്ങനെ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ശ്രീകണ്ഠൻ ചേട്ടനാണെങ്കിലും ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എണിച്ച് വന്ന് ഇവിടെ വന്ന് ഇപ്പൊ ഷേക്കാനും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കഷ്ടമുണ്ട് ചേട്ടാ. ഒന്ന് നെറുകിൽ തൊട്ട് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അതും സാധിക്കില്ല. എന്റെ മോളെ അടുത്ത് നിൽക്കണം പറഞ്ഞാൽ അതും സാധിക്കുന്നില്ല. ഇത് എന്ത് പരിപാടി? ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം അല്ല ചേട്ടാ? സമ്മതിച്ചു തന്നിരിക്കുന്നത്. കാരണം ഇനി ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല മോളെ. കാരണം ഞാൻ പറഞ്ഞ് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം അവിടെ വന്ന് മോളെ കെട്ടിപ്പിടിച്ച് ഒരു ഷേക്കാൻഡ് തരണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു ഇവിടുന്ന്. കാരണം സകല ദൈവങ്ങളും മോളുടെ കൂടെ ഉണ്ടാകട്ടെ. കാരണം ഇനി ഇതുപോലത്തെ പെർഫോമൻസ് വീണ്ടും ടോപ്പ് സിംഗറിൽ കൊണ്ടുവരും എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഇത് ഒരുപക്ഷെ ഞാനാണ് പാടുന്നെങ്കിൽ പോലും ഇത്രയും പെർഫെക്ഷനോട് കൂടി പാടാൻ പറ്റിയെന്നിരിക്കില്ല. എവിടെങ്കിലുമൊക്കെ പോയി 100% ഉറപ്പാണ് എവിടെങ്കിലും പോകും. അപ്പൊ എന്നെക്കാട്ടി വലിയൊരു ഗ്രേറ്റ് സിംഗറായി കാണുന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. എന്തായാലും തീർത്ഥക്കുട്ടിക്ക് വളരെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതൊരു ഒന്നുകൂടി നല്ലൊരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരിക്ക് വേണ്ട നല്ലൊരു മഹത്വമാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഇത്രയും പറഞ്ഞിട്ടും ഗ്രൂമേഴ്സിന്റെ പേരൂടെ പറഞ്ഞു. അത് തീർത്ഥക്കുട്ടിയുടെ നല്ലൊരു മഹത്വമാണത്. ഗുരുത്വം. യെസ്, എന്തായാലും റെയർ പെർഫോമൻസസിന് നമുക്ക് ഒറ്റ ഗ്രേഡ് മാത്രമേ നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലുള്ളൂ. അതെന്താണെന്ന് അറിയാമല്ലോ. ഇപ്പം എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. അത് കൊടുത്തേ പറ്റൂ. ഗോൾഡൻ ക്രൗൺ കൊടുത്തേ പറ്റൂ. യു ഡിസേർവ് ഇറ്റ്. സൂപ്പർ. ഇനി എത്ര ഗോൾഡൻ ക്രൗൺ കിട്ടാൻ പോകുന്നു? അതെ, ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ കിട്ടട്ടെ. മോളെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം പണ്ടത്തെ പോലെ അല്ല. ഇതിനകത്ത് ഞാൻ അന്ന് എപ്പോഴും പറയാറുള്ള പോലെ ഒരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ നേസൽ ടോൺ. അത് മാത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ യു ആർ എ ഇന്റലിജന്റ് ആൻഡ് പെർഫെക്റ്റ് സിംഗർ. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദ ഗോൾഡൻ ക്രൗൺ. ആടി ഒരു ഗോൾഡൻ പൂക്കുറ്റി.
പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, കൊഞ്ചി വന്ന പെണ്ണേ. താങ്ക് യു ജഡ്ജസ്. മോളെ ചെലവുണ്ട് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഇനി നമ്മുടെ സ്വന്തം മധു അങ്കിൾ ഒരു മനോഹര ഗാനവുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ്. വെൽക്കം മധു അങ്കിൾ ഓൺ സ്റ്റേജ്. വനചന്ദ്രകാന്തിയിൽ സോമം പോൽ പകരു നിൻരാഗോന്മാദം മഞ്ഞണിഞ്ഞൊരീ ഗന്ധമാദനം തളിരിടും മനമാകുവാൻ മഴവിൽ തേരിറങ്ങി ഞാൻ ദേവി ആത്മരാഗമേകാൻ കന്യാവനിയിൽ. ഹലോ, എൻ്റെ പേര് മാളു. ഞാൻ ഇടുക്കിയിൽ നിന്നാണ്. എനിക്ക് ടോപ്പ് സിംഗർ വളരെ ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ്. എൻ്റെ ഫാമിലിയിൽ എല്ലാവരും മുടങ്ങാതെ കാണുന്നൊരു പ്രോഗ്രാമാണ്. എനിക്ക് സൂര്യനഹാദൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. സൂര്യ ഇന്ന് എനിക്ക് നല്ലൊരു പാട്ട് പാടിത്തരുമെന്ന് വിശ്വസിക്കുന്നു. ഓഡിയൻസ് വൈസിൽ അവിടെ വന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കൊറോണയുടെ ഇഷ്യൂസൊക്കെ കാരണമാണ്. ഇങ്ങനെയുടെ ഒരു ഭാഗ്യം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ സൂര്യൻ നല്ലൊരു പാട്ട് പാടിത്തരുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖനിവേദി. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖനിവേദി. ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നുവോ. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖനിവേദി. ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിപഞ്ചികൾ പാടുന്നു അകലെയാണോ. ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിപഞ്ചികൾ പാടുന്നു അകലെയാണോ. വിഷാദരാഗങ്ങളിൽ വിരുന്നുകാരാ. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖനിവേദി.
ചാർത്തി വരൂ വിമുഖനിവേദി. മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി, മനസ്സിലെ ശാരിക പറന്നുപോയി. മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി, മനസ്സിലെ ശാരിക പറന്നുപോയി. വിദൂര തീരങ്ങളെ അവളെ കണ്ടു, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖനിവേദി. ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നുവോ, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖനിവേദി. MGNലെ ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആരാണ്? ആരാണ്? ആരാ? ആരാ? നമ്മുടെ തീർത്ഥക്കുട്ടി. കൺഗ്രാറ്റുലേഷൻസ് തീർത്ഥ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണ്